Hey everyone! നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ചില സമയത്ത് ഈ റിപ്പോർട്ട്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം പല ടേംസും നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവാഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത് അല്ലേ? അതിന് ചിലപ്പോൾ നമുക്കൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പൊക്കെ വേണ്ടി വരും അല്ലേ, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും എന്താണ് ഈ പറഞ്ഞേക്കണെന്നുള്ളതല്ലേ. ഇത് മാത്രമല്ല, ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ടാവും. ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷേ ചിലതൊക്കെ വായിച്ചു നോക്കി നമ്മൾ ആലോചിക്കും ഇത് എന്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ ആലോചിക്കല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സും ബേസിക് ആയിട്ടുള്ള കുറച്ച് മെഡിക്കൽ ടേംസാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. So let's begin. ഫസ്റ്റ് ടേം ഞാൻ പറയാം, ഹൈപ്പർ ടെൻഷൻ. എന്താണ് ഹൈപ്പർ? ഹൈപ്പർ കൂടുതലായിരിക്കും ഓബ്വിയസ്ലി. സോ ഹൈപ്പർ എന്ന് വെച്ചാൽ കൂടുതൽ. കാരണം നമ്മളിപ്പോൾ കുട്ടികൾ ഹൈപ്പർ ആണെന്നൊക്കെ പറയുമ്പോൾ വി യൂഷ്വലി സേ റൈറ്റ്, കുറച്ചും കൂടെ എക്സ്ട്രാ സ്മാർട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവരെ ഹൈപ്പർ എന്ന് പറയുന്നത്. സോ സെയിം ആണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ലോ ആണെങ്കിൽ എന്ത് പറയും? നോർമലി നമ്മൾ എന്താ പറയുക, ലോ ബ്ലഡ് പ്രഷർ എന്ന് തന്നെയല്ലേ പറയാറുള്ളൂ. കറക്റ്റ് ആണ്, ബട്ട് അതിനൊരു ടേം ഉണ്ട്, ഹൈപ്പോ. സോ ഹൈപ്പോ ടെൻഷൻ. ഓക്കെ, ഹൈപ്പോ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ദ ബ്ലഡ് പ്രഷർ ഇസ് ലോ. ദാറ്റ്സ് നൈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്യൂട്ട് ഡിസീസ് എന്നുള്ളതാണ്. അക്യൂട്ട് ഡിസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പെയിനാണ്. ഓക്കെ, പെട്ടെന്നൊരു പെയിൻ ഉണ്ടാവുന്നു, എന്നിട്ട് അത് ഒരു അടുത്തൊരു എന്താ ഇത്തിരി ഒരു പ്രശ്നമുള്ള ഒരു അസുഖത്തിലേക്ക് പോകുന്നതിനാണ് നമ്മളൊരു അക്യൂട്ട് ഡിസീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പെട്ടെന്നൊരു വയറുവേദന വന്നു, അത് മെല്ലെ മെല്ലെ അങ്ങനെ കൂടി അത് കുറയാൻ ഒരു ചാൻസ് ഇല്ല, അത് കൂടി പോവാണ്. ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഒരു എന്തെങ്കിലും അബ്ഡോമിനൽ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അപ്പൻഡിക്സ് ആയിരിക്കാം. അപ്പോൾ അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു പെയിൻ വരുന്നു, അത് പെട്ടെന്ന് തന്നെ അടുത്തൊരു ഡിസീസിലേക്ക് അല്ലെങ്കിൽ ഒരു ഇത്തിരി സിവിയർ ആയിട്ടുള്ള ഒരു ഡിസീസിലേക്ക് മാറുന്നതിനാണ് നമ്മൾ അക്യൂട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ബിനൈൻ ആൻഡ് മെലിഗ്നൻറ്റ്. അത് യൂഷ്വലി നമ്മൾ ക്യാൻസറിൻ്റെ കാര്യത്തിലാണ് പറയാം. കാരണം ട്യൂമേഴ്സ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ പറയും പേടിക്കാനില്ല, ഇത് വലിയ കുഴപ്പമില്ല എന്ന് പറയും. ആ കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന ട്യൂമേഴ്സിന് നമ്മൾ ബിനൈൻ എന്ന് പറയും. അതായത് വലിയ പ്രശ്നമില്ല, അത്ര സീരിയസ് അല്ല എന്നുള്ളത്. അപ്പോൾ മെലിഗ്നൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് കുറച്ച് സീരിയസ് ആണ്, കുറച്ച് ക്യാൻസറസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം, കുറച്ച് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫർദർ അതിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ബിനൈൻ ആൻഡ് മെലിഗ്നൻറ്റ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ, എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്രോത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പെട്ടെന്ന് തോന്നും അത് ക്യാൻസറസ് ആണോ എന്നൊരു ഡൗട്ട് തോന്നാറുണ്ട്. സോ സിസ്റ്റ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ബിനൈൻ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, ബട്ട് മെലിഗ്നൻ്റ് ആണെങ്കിൽ ഇമീഡിയറ്റ്ലി ട്രീറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒടിവ്, ഉളുക്ക് ഇതൊക്കെ സ്ഥിരമായി നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പം ഇതിനൊക്കെ നമുക്ക് പറയുന്ന ഒരു ടേം ഉണ്ട്. ഒടിവാണെങ്കിൽ നമ്മൾ ഫ്രാക്ചർ എന്ന് പറയും, ഉളുക്കാണെങ്കിലോ സ്പ്രെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പം ഇനി തമ്മിൽ മാറണ്ട. ഫ്രാക്ചർ എന്താണ്, ഒടിവ്, ഉളുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെയിൻ. ഓക്കെ, ഞങ്ങളുടെ തന്നെ ഒരു കൊളീഗ് കുറച്ച് ദിവസമായിട്ട് ലീവാണ്. ഫ്രാക്ചർ എന്നാ പറഞ്ഞത്? അതെ അതെ, ഒടിവ്. അപ്പം നീ മറക്കണ്ട, ഒടിവ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ, ഓക്കെ, ഉളുക്ക് എന്ന് പറഞ്ഞാൽ സ്പ്രെയിൻ. ഇനി അടുത്ത ടേം ആണ് ഇൻ പേഷ്യൻറ്റ് ആൻഡ് ഔട്ട് പേഷ്യൻറ്റ്. അത് എളുപ്പമല്ലേ, ഇന്നും ഔട്ടും വെച്ച് പറയാലോ. അത് കറക്റ്റാ, പക്ഷേ ഉള്ളിൽ പോണ പേഷ്യൻറ്റിന് ഇന്നും പുറത്ത് പോണ പേഷ്യൻറ്റിന് ഔട്ടൊന്നും പറയാൻ പാടില്ല. സോ ദർ ഇസ് എ ഡിഫറൻസ്. ഇൻ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെൻറ്റ് വേണം, അതായത് 1-2 നൈറ്റ്സ് ഒക്കെ നമ്മൾ സ്റ്റേ ചെയ്ത് അങ്ങനെ വരുന്ന ഒരു പേഷ്യൻറ്റിനാണ് നമ്മൾ ഇൻ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. ബട്ട് ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല, ട്രീറ്റ് ചെയ്യാം, അപ്പോൾ തന്നെ പോവാം. മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കിൽ നമ്മൾ കാണാം ഔട്ട് പേഷ്യൻ്റ് റെഗുലർ ചെക്കപ്സ് പോലെ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള സർജറിക്ക് ചില സമയത്ത് ഔട്ട് പേഷ്യൻ്റ് സർജറി എന്ന് പറയാറുണ്ട്. അത് കിടന്ന് ട്രീറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് കം ബാക്ക്. ഇപ്പം നമ്മൾ നോക്കിയത് ബേസിക് ടേംസ് ആണ് അല്ലേ, കുറച്ച് മെഡിക്കൽ ബേസിക് ടേംസ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഡോക്ടേഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻസ്, അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലേ, പിന്നെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇവർ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തേക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പെത്തോളജിസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഒരു പെത്തോളജിസ്റ്റ് ചെയ്യുന്നത്? പുള്ളി ഒരു അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ലാബ് ടെസ്റ്റിലൂടെ ഒരു അസുഖം ഉണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുകയാണ് ഒരു പെത്തോളജിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഹൂ ഇസ് എ റേഡിയോളജിസ്റ്റ്? അതായത് ഈ മെഡിക്കൽ യൂസ് ഓഫ് റേഡിയേഷൻസ്, ആ റേഡിയേഷൻസ് എങ്ങനെ മെഡിക്കൽ സയൻസിൽ യൂസ് ചെയ്യണം എന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സ്റേ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോയി അങ്ങനെ ഏതെങ്കിലും ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കയറി അങ്ങനെ എക്സ്റേ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് അതൊക്കെ ഹെവി റേഡിയേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ക്യാൻ ഹാവ് നെഗറ്റീവ് എഫക്ട്സ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് തന്നെ ആ ഡോക്ടേഴ്സിന് പറയുന്ന പേരാണ് റേഡിയോളജിസ്റ്റ്. ഇപ്പോൾ തന്നെ വിനീത പറഞ്ഞായിരുന്നല്ലേ, ട്യൂമേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ട്യൂമേഴ്സ് ക്യാൻസറസ് ആണോ ഇല്ലയോ, അപ്പോൾ ഈ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ക്യാൻസറിനെ കുറിച്ച്, ക്യാൻസർ ബാധിതരെ നോക്കുന്ന ഡോക്ടേഴ്സ് ആരാണ്? ഓങ്കോളജിസ്റ്റ്. അവരാണ് ഓങ്കോളജിസ്റ്റ്.
അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്തിരി ഏറെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസീസാണ് അല്ലേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കുറേ ഓങ്കോളജിസ്റ്റുകൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും തരാറുണ്ട് നമുക്ക് ഓൺലൈനൊക്കെ അല്ലേ. അപ്പം അവരെ ഈ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളെ നോക്കുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഓഫ്തമോളജിസ്റ്റ്. ഓഫ്തമോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് കണ്ണിനൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ പറയുന്ന പേരാണ് ഓഫ്തമോളജിസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടാണല്ലേ കേട്ടോ പറയാൻ. അതെ അതെ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല കണ്ണിന് ഈയിടെയായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഫുൾ ടൈം മൊബൈലിലൊക്കെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഒബ്വിയസ്ലി അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഡോക്ടറെ മറക്കണ്ട, ചിലപ്പോൾ നമുക്ക് ആവശ്യം വരില്ലേ. സോ ദാറ്റ് ഇസ് ഓഫ്തമോളജിസ്റ്റ്, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഐ ഡിസീസസ്. ഓക്കെ, സോ ഓഫ്തമോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, who is specialized to treat eye diseases. ന്യൂറോളജി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, ആ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ന്യൂറോളജിസ്റ്റ് ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, ബ്രെയിൻ, നമ്മുടെ സ്പൈനൽ കോഡ് ആൻഡ് നമ്മുടെ നെർവ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് അസുഖങ്ങളെയും ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. അപ്പോൾ അടുത്ത ആൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈയിടെയായിട്ട് എല്ലാവരും സൗന്ദര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമല്ലേ. സൗന്ദര്യം മാത്രമല്ല, റാഷസ് ആയാലും എങ്ങനെയായാലും നമുക്ക് വരുന്ന സമയത്ത് സ്കിന്നിനെ കുറിച്ച് എല്ലാവരും ഭയങ്കര ബോധേഡാണല്ലോ. ശരിയാ, എല്ലാവർക്കും സ്കിന്നിന് ചെറിയൊരു ഇത് വരുമ്പോഴേക്കും അയ്യോ എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഓടിപ്പോയി നേരാക്കി കൊണ്ടുവരും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. പക്ഷെ അവർക്ക് എന്താ പറയാന്നറിയോ, ഡെർമറ്റോളജിസ്റ്റ്. കാരണം ഡെർമ എന്ന് പറഞ്ഞാൽ സ്കിൻ റിലേറ്റഡ് എന്നാണ് അർത്ഥം. സോ ഡെർമറ്റോളജിസ്റ്റ് ഇസ് എ പേഴ്സൺ ഹു സ്പെഷ്യലൈസ്ഡ് in treating the skin diseases. Okay, so that term is dermatologist. Okay, അപ്പോൾ സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ നേരെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക അല്ലേ. ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് എനിക്കൊന്ന് അത് മിക്കവർക്കും അറിയായിരിക്കും അല്ലേ, പക്ഷെ എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറും അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റാണ് കാർഡിയോളജി. ആ ഡോക്ടറിനെ കാർഡിയോളജിസ്റ്റ് എന്ന് പറയും. അങ്ങനെയാണല്ലേ, നമുക്ക് കാർഡിയക് അറസ്റ്റ് എന്നൊക്കെ പറയാനല്ലേ. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടാവൂലേ? എക്സാക്ട്ലി, പുതിയുണ്ടല്ലോ. അല്ലെങ്കിലും ഈ ശ്വാസകോശം സ്പഞ്ച് പോലെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതിന് അസുഖം വന്ന് ആരെ കാണുന്ന വല്ല നിശ്ചയമുണ്ടോ? ഇല്ല. സോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ നമുക്ക് കാണേണ്ട ആളാണ് ഈ പൾമണോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾ. അതായത് റെസ്പിറേറ്ററി ഇൽനെസ് അല്ലെങ്കിൽ എന്തും ബ്രീതിങ് ട്രബിൾസ്, എന്തെങ്കിലും റെസ്പിറേറ്ററി സിസ്റ്റം ആയിട്ടുള്ള ഏതൊരു അസുഖത്തിനും വി ഹാവ് ടു ഗോ ആൻഡ് കൺസൾട്ട് ദിസ് പേഴ്സൺ ഹു ഇസ് കോൾഡ് ആസ് പൾമണോളജിസ്റ്റ്. അപ്പം നിങ്ങൾ ശ്വാസകോശം സ്പോഞ്ച് ആവാതെ നോക്കേണ്ടത് ആരാണ്? പൾമണോളജിസ്റ്റ്. നിങ്ങളും കൂടെയാണ് കേട്ടോ. ഓർത്തോപെഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ഞാൻ പറയാം. ഈ ബോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെയാണ് ഓർത്തോപെഡിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫ്രാക്ചറും സ്പ്രെയിനും ഒക്കെ വന്നാൽ ഇവിടെ പോകണ്ടല്ലേ? അബ്സല്യൂട്ട്ലി, അത് തന്നെ. എന്തെങ്കിലും ഒടിവോ ചതവോ അങ്ങനെയെല്ലാം വരുവാണെങ്കിൽ ബോണിനോ ജോയിൻറ്റിനുള്ള എന്ത് ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു ഓർത്തോപെഡിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഓർത്തോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നതാണ്. നമ്മുടെ ഓർത്തോപീഡിസ്റ്റുമായിട്ട് എന്തോ ഒരു ബന്ധം തോന്നുന്നുണ്ടല്ലോ. ബന്ധമുണ്ട്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഡോണ്ടിസ്റ്റ് എന്ന് വന്നുകൊണ്ട്, കാരണം ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ടീത്ത്. അപ്പോൾ നമ്മുടെ ടീത്തിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലമാണ് ഈ ഡെൻറ്റൽ ക്ലിനിക്സിൽ. അപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ്, അതായത് ഇത് കറക്റ്റ് ചെയ്ത് തരുന്ന ഡോക്ടേഴ്സിന് പറയുന്നതാണ് ഓർത്തോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് നൈസ്. കാരണം നമ്മൾ ഡെന്റിസ്റ്റ് എന്ന് മാത്രം സ്ഥിരം പറയാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ടെന്നുള്ളത് ചില സമയത്ത് ഇവിടെ ബോണിലൊക്കെ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓർത്തോഡോണ്ടിസ്റ്റിനാണ് ഒന്നുകൂടെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് തരാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ ഹോസ്പിറ്റലിലും നോർമലായിട്ട് കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു സംശയവും വരാൻ പാടില്ല. അത്യാവശ്യമുള്ള റിപ്പോർട്ട്സിന് വേണ്ടതും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതെ അതെ. അപ്പോൾ അടുത്ത തവണ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം കേട്ടോ. ഓ, ഇവരന്ന് പറഞ്ഞായിരുന്നല്ലോ, ഓ ഇതാണല്ലോ, ആ ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ, ഇതാണല്ലോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാം. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, അവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. ഓക്കെ, സോ വീൽ സീ യു ഇൻ our next video. Till then, bye bye. Bye.